പാലക്കാട് പെരിങ്ങോട്ടുകുരിശി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് 2016 ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മാംഗല്യദീപം പദ്ധതി 21 യുവതികളുടെ വിവാഹം നടത്തിക്കൊടുത്തു. ഇതിന്റെ വാർത്ത അറിഞ്ഞ എറണാകുളം വൈപ്പിൻ സ്വദേശികളായ മണിക്കുട്ടൻ ഷാരി ദമ്പതികൾ മകൾ ഡോക്ടർ ഐശ്വര്യയുടെ വിവാഹ നാളിൽ ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ടെത്തിയ ഏലൂർ പരേതനായ മുരുകേഷിന്റെയും മഞ്ജുവിന്റെയും മകൾ മേഘയ്ക്ക് വിവാഹ സമ്മാനമായി 5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും വിവാഹ വസ്ത്രാദികൾക്കുമായുള്ള തുക ഇന്ന് ഗുരുവായൂരിൽ നടന്ന ഐശ്വര്യയുടെയും വരൻ ഷാബുവിന്റെയും വിവാഹ ചടങ്ങിൽ വെച്ച് ദയ സ്ഥാപക ചെയർമാൻ EB രമേശിന്റെ സാന്നിധ്യത്തിൽ വധൂവരന്മാർ മേഘയ്ക്ക് കൈമാറി. വലിയ നന്മയുടെ ഭാഗമായിട്ടാണ് പാലക്കാട് നിന്നും എറണാകുളത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെയായിട്ട് ദയയുടെ പ്രവർത്തകരുടെ എത്തിയിരിക്കുന്നത്. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് 2016 ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ദയാ മംഗല്യദീപം. തന്റെ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിനായിട്ട് സമൂഹത്തിന് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന വിധവകളായിട്ടുള്ള നിർധനരായിട്ടുള്ള അമ്മമാരെ സഹായിക്കാനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ദയാമംഗല്യദീപം. ആ ദയാമംഗല്യദീപത്തിലൂടെയുള്ള 21ാമത് വിവാഹത്തിന്റെ വാർത്ത ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചപ്പോഴാണ് അത് കണ്ട് ഒരു ഉൾവിളി പോലെ എന്റെ മകളുടെ കല്യാണം ഏപ്രിൽ 23-നാണ്. ഏറ്റവും അർഹയായ ഒരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് 5 പവന്റെ ആഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് ഷാരി മാഡം അതിൽ കമന്റ് ചെയ്യുകയുണ്ടായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിലൊരു ചടങ്ങ് വേണമെന്നോ ഇങ്ങനൊരു പബ്ലിസിറ്റി വേണമെന്നോ അവർ ആവശ്യപ്പെട്ടതല്ല, ഞങ്ങൾ നിർബന്ധപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഒരു കുട്ടിയുടെ വിവാഹത്തിന്റെ വാർത്ത പങ്കുവച്ചപ്പോൾ ഷാരി മാഡത്തിനുണ്ടായിരുന്ന ഒരു പ്രചോദനം ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മഞ്ജു എന്ന് പറയുന്ന ഒരു അമ്മ, വിധവയായ അമ്മ മകളോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മയ്ക്കുണ്ടായതുപോലുള്ളൊരു എന്താ പറയുക അനുഗ്രഹം മറ്റൊരു പാവപ്പെട്ട അമ്മയ്ക്കുണ്ടാകും. അതിനുവേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു ചടങ്ങ് നിർബന്ധപൂർവ്വം നിങ്ങൾ വെപ്പിച്ചത്. ദയ ട്രഷറർ ശങ്കർജി കോങ്ങാട്ട് സംസാരിച്ചു. പ്രിയപ്പെട്ട ഷാരി മേഡം ഞങ്ങളെ പ്രത്യേകമായി ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയത് പ്രിയപ്പെട്ട ഡോക്ടർ ഐശ്വര്യ മോളുടെയും മിസ്റ്റർ ശംഭുവിന്റെയും വിവാഹത്തോടനുബന്ധിച്ച് ഏറ്റവും സമുന്നതമായ, ഏറ്റവും നന്മയുള്ള, ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും ആദ്യമായി പ്രിയപ്പെട്ട ഡോക്ടർ ഐശ്വര്യക്കും അതുപോലെ മിസ്റ്റർ ശംഭു അവർക്കും ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 300ഓളം വരുന്ന അംഗങ്ങളുടെ എല്ലാവിധ വിവാഹ മംഗളാശംസകളും ഐശ്വര്യങ്ങളും നന്മയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിച്ച് മേഘ സംസാരിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. രമേശ് സാറിന് മെസ്സേജ് അയച്ചപ്പോൾ ഒരിക്കലും സാറ് റിപ്ലൈ തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ സാർ എന്നെ വിളിക്കാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു. എല്ലാം വളരെ പെട്ടെന്നാണ് നടന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ടിട്ട് ഇതേപോലെ ആർക്കെങ്കിലും സഹായിക്കാൻ തോന്നുവാണെങ്കിൽ ചെയ്യണം. ഇതെനിക്ക് ഇത്രയും വലിയ ഉപകാരം ചെയ്ത ഷാരി മാഡത്തിനും എന്നെ തെരഞ്ഞെടുത്ത ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിനും. ആഗസ്റ്റിൽ നടക്കുന്ന മേഘയുടെ വിവാഹ ചെലവും മേഘയുടെ വിഷാദ രോഗിയായ സഹോദരി പ്രിയങ്കയുടെ ചികിത്സയും ദയ ഏറ്റെടുക്കുമെന്നും ചെയർമാൻ EB രമേശ് അറിയിച്ചു. ദയ വൈസ് ചെയർപേഴ്സൺ ഷൈനി രമേശ്, ട്രസ്റ്റിമാരായ MG ആന്റണി, ശശികുമാർ S പിള്ള, അഡ്വൈസറി ബോർഡ് മെമ്പർമാരായ KP ഉണ്ണികൃഷ്ണൻ, KR മുകുന്ദൻ, മെമ്പർമാരായ M കുട്ടപ്പൻ, അബ്ദുൾ സലാം, N ദേവരാജൻ എന്നിവർ പങ്കെടുത്തു. CJ ജോയ്, സിറ്റി വോയ്സ് റിപ്പോർട്ടർ.